പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സ്നേഹനിധിയായ നമ്മുടെ ദൈവം, പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നാം എല്ലാവരും പിതാവിന് പ്രസാദിച്ച ദൈവപുത്രന്മാരായി തീരേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം നമ്മെ അവിടുന്ന് ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പരിധിയില്ലാതെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനായിട്ടാണ് നമ്മുടെ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ഈ ലോകത്തിലെ ജീവിതം ഇന്ന നാളെ തീരുന്നതാണ്. സുവിശേഷം എന്ന് പറയുന്നത് ലോകസ്നേഹികൾക്കുള്ളതല്ല. ധനമോഹവും ജീവിതസുഖവും ഒക്കെ ആഗ്രഹിച്ച് ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും പച്ചപിടിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ജീവിക്കുന്നവർക്കുള്ളതല്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നിട്ട് ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു അങ്ങനെ ഒരു ഉദ്ദേശം ദൈവത്തിനില്ല. മതസ്ഥാപനം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ടതുമല്ല. മതവിശ്വാസികൾക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഉള്ളതായിട്ട് ബൈബിളൊന്നും ഇട്ട് എഴുതിയിട്ടുമില്ല. അതുകൊണ്ട് വെറുതെ ഈ മതം എന്ന് പറയുന്ന വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കിടന്ന് തീക്ഷ്ണമതികളാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം യേശുക്രിസ്തു മതം സ്ഥാപിച്ചിട്ടേ ഇല്ല. ക്രിസ്തുമതം എന്ന പേരിൽ ഒരു മതം സ്ഥാപിച്ചത് കുസ്തന്തീനോസ് ചക്രവർത്തിയാണ്. ഈ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളൊന്നും നോക്കി ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതുമാണ്. അതുകൊണ്ട് തന്നെയാണ് മതം ദൈവത്തിൻ്റെതല്ല എന്ന് പറയാൻ കാരണം. ദൈവത്തിൻ്റെ അങ്ങനെ ഉദ്ദേശമില്ല. യേശുക്രിസ്തുവിനെ ലോകത്തിലോട്ട് അയച്ചത് എല്ലാ മനുഷ്യരും, അതായത് സുവിശേഷം ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ളതാണ്, ഈ ലോകത്തെ സംബന്ധിച്ചുള്ളത് അല്ലതാനും. അതുകൊണ്ട് ഈ മതവുമായി ബന്ധപ്പെട്ട് മതതീക്ഷ്ണവാദികളായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ഒക്കെ ചിന്തിക്കുക, യേശുക്രിസ്തുവിന് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. മതജീവിതം, ഈ മതത്തിൽ വിശ്വസിക്കുന്നതിന് എവിടെ ജീവിച്ചാലും കുഴപ്പമില്ല, എത്ര മതം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, മതത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്താലും കുഴപ്പമില്ല. ക്രിസ്തുവിനും ദൈവത്തിനും മതവുമായിട്ട് ബന്ധമില്ല, മക്കൾക്കും മതവുമായിട്ട് ബന്ധമില്ല. ലോകത്തിൽ പാപം ചെയ്ത് പാപികളായി തീർന്ന മനുഷ്യവർഗത്തെ പാപം ഇല്ലാത്തവരാക്കി തീർക്കുവാൻ, അതായത് വിശുദ്ധരാക്കി തീർക്കുവാൻ പിതാവായ ദൈവം മനുഷ്യപുത്രനായ ആദ്യജാതനായ യേശുക്രിസ്തുവിനെ ലോകത്തിലോട്ട് അയച്ചു. യേശു വന്നതല്ല, പിതാവ് അയച്ചതാണ്. യേശുക്രിസ്തു മനുഷ്യപുത്രനായതുകൊണ്ടാണ് മനുഷ്യമക്കളുടെ പാപത്തിന് വേണ്ടിയിട്ട് പരിഹാരം ചെയ്തത്. അല്ലാതെ മനുഷ്യപുത്രൻ ഉണ്ടായിരുന്നുവെങ്കിലും യേശുക്രിസ്തുവിനെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയണം. സൃഷ്ടിയുടെ ആരംഭമാണെന്ന് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആദ്യജാതനും ആണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവൻ സൃഷ്ടിയുടെ ആരംഭമാണോ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അത് അങ്ങനെ തന്നെയാണ്. ഒരു കാരണവശാലും നമുക്കറിയാം, ലോകത്തിൽ എല്ലാത്തിനും പരമാധികാരം ഒരാൾക്കേ ഉള്ളൂ. ഒരേ ഒരു കുടുംബത്തിൽ ഒറ്റ അധികാരത്തിന് കീഴ്പ്പെട്ടല്ലേ കുടുംബത്തിലുള്ള എല്ലാവരും ജീവിക്കുന്നത്. ഒരു രാജ്യത്തിന് നമുക്കറിയാം, ഒരു പ്രധാനമന്ത്രി അല്ല ഉള്ളോ, ഒരു പ്രസിഡന്റ് അല്ല ഉള്ളോ, ഏത് പ്രസ്ഥാനത്തിനാണല്ലോ പ്രസിഡന്റ് ഒന്നല്ല ഉള്ളോ. ഒന്നിൽ കൂടുതൽ ഒരേ അധികാരികളുള്ള ഒന്നും ലോകത്തിലില്ല. ഒരു സൈന്യമായിക്കോട്ടെ, ഒരു സമൂഹമായിക്കോട്ടെ, എല്ലായിടത്തും എവിടെയാണെങ്കിലും ഒരധികാരത്തിന് കീഴില്ല, ഒരധികാരത്തിന് പറ്റുള്ളൂ. ഏത് വാഹനം ഓടിച്ചാലും ഒറ്റ സ്റ്റിയറിംഗ് അതിനല്ല ഉള്ളൂ. ഭൂമിയിൽ ഒന്നിൽ കൂടുതൽ അധികാരികളുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. സ്വർഗത്തിലും തന്നെ, സ്വർഗത്തിലും ഒരാളെ അധികാരിയുള്ളൂ. സർവാധികാരി എന്ന് പറയുന്നത് പിതാവായ ഏകദൈവം മാത്രമേ ഉള്ളൂ. പിന്നെ മക്കൾക്ക്
പിതാവിൻ്റെ അവകാശങ്ങളൊക്കെ കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് ഒരിക്കൽ ഇപ്രകാരം ഉയർത്തെഴുന്നതിന് ശേഷം പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നൽകപ്പെട്ടതാണ്, പിതാവ് കൊടുത്തതാണ്. പിന്നെ ഒരു കാര്യം ഉണ്ട്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഞാൻ ഒരിക്കൽ വായിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നിയായിരുന്നു. കാരണം യേശുക്രിസ്തു പിതാവായ ദൈവമാണെന്നൊക്കെ ഞാനും ഒരിക്കലും അറിവില്ലായ്മയുടെ കാലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യസാക്ഷ്യമായ ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അടി ചെയ്യുന്നു. യേശുക്രിസ്തു സൃഷ്ടിയുടെ ആരംഭമാണെന്നാണ്, ആദ്യത്തെ സൃഷ്ടിയാണ്. ഹെബ്രായ ലേഖനം അതിന് വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് അവനെ ജനിപ്പിച്ചു, അവനെൻ്റെ പ്രിയപുത്രൻ, ഞാൻ അവന് പിതാവും അവനെനിക്ക് മകനുമായിരിക്കും, സകലത്തിന് മേലും അവനെ പിതാവിൻ്റെ സകല പ്രവൃത്തിക്ക് അവനെ അധികാരി അവകാശിയാക്കി വെച്ചു. യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത ശേഷം മഹിമയുടെ വലതുഭാഗത്ത് ഉപേക്ഷനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തു സൃഷ്ടിയുടെ ആരംഭമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് എൻ്റെ പുത്രനെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു, അവന് എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവും ആയിരിക്കുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ക്രിസ്തു ആദ്യമേ ക്രൂശുമരണത്തിന് മുമ്പ് ഏകജാതനാണ്. അത് കഴിയുമ്പോൾ മുതൽ അവൻ ആദിജാതനായി. പിന്നെയും തിരുവചനം എഴുതിയിരിക്കുന്നതാണ്, ഞാൻ ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവദൂതന്മാർ എല്ലാവരും അവനെ നമസ്കരിക്കണമെന്ന് അവിടെ അരുളി ചെയ്തിരിക്കുന്നു. പ്രിയ, ഇതൊക്കെ സത്യമാണ്. പിന്നെ നമ്മളൊരു വേറൊരു കാര്യം കൂടി ഇന്ന് ഓർക്കുക, സ്വർഗത്തിൽ സ്ത്രീകൾ ഇല്ല, എല്ലാവരും ദൈവപുത്രന്മാരാണ്. നമ്മളെ ദൈവപുത്രന്മാരാക്കി തീർക്കാനായിട്ടാണ്. അത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ എല്ലാവരെയും ക്രിസ്തുവിൽ അവിടെ തിരഞ്ഞെടുത്തു, ദൈവപുത്രന്മാരായി. പിതാവിൻ്റെ സന്നിധി വിശുദ്ധ നിഷ്കളങ്കരമായിരിക്കേണ്ടതിന് ലോകസ്ഥാപനത്തിനും യേശുക്രിസ്തുവിൽ അവൻ തിരഞ്ഞെടുത്തു. എഫെസ്യർ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, സ്വർഗത്തിൽ സ്ത്രീകളില്ല. കേൾക്കുമ്പോൾ ആർക്കും വിഷമം തോന്നേണ്ട കാര്യമില്ല, സ്വർഗത്തിൽ ഇല്ലാതെ. അവര് എല്ലാവരും പുനരുത്ഥാന പുത്രന്മാരാകയാൽ അവർ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമായിരിക്കും. അവിടെ വിവാഹം ചെയ്ത് കൊടുക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടെ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ സത്യം അറിയണം. അതിന് ഈ പല ആളുകൾ ഇപ്പോൾ നമ്മളെ സ്വർഗത്തിൽ അമ്മയുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്ന ചില മതക്കാരൊക്കെ ഉണ്ടത് അറിവില്ലായ്മയാണ്. അങ്ങനെയൊന്നുമില്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് നമ്മെ പാപമില്ലാത്തവരാക്കി തീർക്കാനാണ്. ഇവിടെ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു ലോകത്തിൽ വന്നത്, ആദ്യം വന്നത് നമ്മളെ പാപത്തെ ചുമന്നൊഴിപ്പാൻ വന്നതാണ്. പക്ഷേ ഇനി അവിടുന്ന് വീണ്ടും വരും. നമ്മൾ പാപം ഇല്ലാത്തവനായി, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടു പോകാൻ പാപം ഇല്ലാത്തവനായി അവിടുന്ന് വീണ്ടും വരും. പ്രിയരെ, അതുകൊണ്ട് യേശുക്രിസ്തു ലോകത്തിൽ വന്നത് നമ്മെ ദൈവരാജ്യത്തിലേക്ക് തിരികെ വിളിക്കാനാണ്. പിതാവ് നമ്മെ വിളിക്കുന്നു ദൈവരാജ്യത്തിലേക്ക്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുവാൻ. ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യനും ആദത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ പാപികളുമാണ്. ആദ്യം തെറ്റിപ്പോയല്ലോ. അതുകൊണ്ട് എങ്ങനെയാണ് ജനിക്കുമ്പോഴേ പാപികളായെന്ന് ആരും പറയണ്ട. സുവിശേഷം പൊതുവെ ദൈവരാജ്യത്തിൽ, അതായത് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന സുവിശേഷമാണ് ബൈബിള്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മുഴുകി ഇവിടെ തന്നെ ജീവിക്കാനോ മതം ഉണ്ടാക്കാനോ മതകാര്യങ്ങൾ പഠിപ്പിക്കാനോ ഉള്ളതല്ല. അത് ബൈബിൾ ഒരു കാരണവശാലും ഒരു മതഗ്രന്ഥവും അല്ല, സത്യമായിട്ടും അല്ല. അപ്പം അതുകൊണ്ട് സുവിശേഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പാപമില്ലാത്തവരായി ജീവിക്കണം. എന്തെങ്കിലും പാപമുള്ളവർക്ക് ദൈവരാജ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഒന്ന് ഓർക്കുക. പിന്നെ മാത്രമല്ല, നമ്മളെക്കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളെന്നും പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ?
ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിന് ഞാനും നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് വസിക്കുന്ന മന്ദിരം വീണ്ടും നമ്മുടെ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ തന്നെ നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ആണ്. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്ന, അതായത് ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവരൊക്കെ അവനോട് കൂടി ഒരു ആത്മാവായി തീരും. അത്രയും വലിയ ബഹുമതി ദൈവം നമുക്ക് തരാനിരിക്കുകയാണ്. അപ്പം നമ്മൾ സാധാരണക്കാരായി ജീവിക്കാതെ ഒരുക്കമുള്ളവരായി ജീവിക്കുക. ലോകത്തിൽ ഒരു മനുഷ്യനുമായിട്ടും വെറുപ്പിലോ വിദ്വേഷത്തിലോ പകയിലോ മത്സരത്തിലോ ഒന്നും ജീവിക്കാതെ കർത്താവ് നമ്മളെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയിത്തീരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടത്തിനൊത്ത വിധം പിതാവിന് പ്രസാദിച്ച പ്രിയമക്കളായി ജീവിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.